നമസ്കാരം. RSSന്റെ 100-ാം വാർഷികം സംഘശതാബ്ദി വർഷത്തോടനുബന്ധിച്ച് ഇക്കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഉദയ പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ഒരു ചടങ്ങിൽ RSSന്റെ സർസംഘചാലക് മോഹൻജി ഭാഗവത് ഒരു പ്രഭാഷണം നടത്തുകയുണ്ടായി. ആ പ്രഭാഷണം കേൾക്കുവാൻ കേരളത്തിൻ്റെ 3 സർവകലാശാലയിലെ 3 വൈസ് ചാൻസലർമാർ പങ്കെടുത്തു എന്നുള്ളതിൻ്റെ പ്രതി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി VD സതീശൻ ആകെ അസ്വസ്ഥതയിൽ പുകയുകയാണ് എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. അതായത് ഈ വൈസ് ചാൻസലർമാർ കേരളത്തോട് മാപ്പ് പറയണം എന്നുള്ളത്. അതിനെതിരെ നിരവധി വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ VD സതീശനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ട്. അതായത് RSSനെ എതിർത്ത മമതയുടെയും സ്റ്റാലിൻ്റെയും ഗതി തന്നെയായിരിക്കും VD സതീശനും. കോൺഗ്രസ് മുക്ത ഭാരതം തുടങ്ങിയ ആശയങ്ങളെല്ലാം VD സതീശനെ പോലുള്ളവർ വളരെ എളുപ്പത്തിൽ സാധ്യമാക്കി കൊടുക്കും, വളരെ വേഗത്തിൽ സാധ്യമാക്കി കൊടുക്കും തുടങ്ങിയ വിമർശനങ്ങളെല്ലാം ഉയരുന്നുണ്ട്. ആ വിമർശനങ്ങളെല്ലാം ഒരു വശത്ത് നിൽക്കുമ്പോൾ VD സതീശൻ്റെ ഇത്തരത്തിലുള്ള ഒരു അസ്വസ്ഥതയുടെ ഒരു കാരണമൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതിൻ്റെ പിന്നിലുള്ള ഒരു ഇരട്ടത്താപ്പ് ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ വിഷയം ഒന്ന് കയ്യിലെടുത്തത്. അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഈ ഒരു വിഷയത്തിന് കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രിയാണ് ഇത്തരത്തിലൊരു അഭിപ്രായ പ്രകടനം നടത്തിയതെങ്കിൽ പോലും ആ സ്ഥാനത്തെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, പ്രത്യേകിച്ച് പ്രാധാന്യമൊന്നുമില്ല. അടിസ്ഥാനപരമായിട്ടൊരു ജൽപ്പനത്തിനപ്പുറത്തേക്ക് ഇതിന് വലിയ വിലയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. കാരണം RSSനെ പോലൊരു സംഘടന 100-ാം വാർഷികത്തിലേക്ക് കടക്കുന്ന ഒരു സംഘടന, ഭാരതത്തിൻ്റെ നിയമങ്ങളനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടന, ഭാരതത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടന, ജാതിയോ മതമോ ഒന്നും RSSന് വിഷയമല്ല എന്നുള്ളത് RSS പ്രവർത്തനത്തിലൂടെ തെളിയിച്ചിട്ടുള്ളതാണ്. ഹിന്ദുത്വവാദികളാണ് RSS എന്നുള്ളൊരു ആരോപണം എതിരാളികൾ ഉന്നയിക്കുമ്പോൾ തന്നെ അടിസ്ഥാനപരമായിട്ട് RSSൽ പ്രവർത്തിക്കുന്ന അന്യമതക്കാരെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അത്തരത്തിലുള്ള ആൾക്കാർ വെറുതെ ഒരു പേരിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതല്ലാതെ കാലങ്ങളായി സംഘത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും ജൈനന്മാരെയും സിഖുകാരെയും എല്ലാം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ജൈനന്മാരുടെ കാര്യം പറഞ്ഞപ്പോൾ വേണമെങ്കിൽ നല്ലൊരു ഉദാഹരണം പറയാം. അമിത്ഷാ ഇടയ്ക്കുന്ന് പറഞ്ഞു എന്ന് മാത്രം. അത്തരത്തിലുള്ള ഒരു സംഘടനയായി പ്രവർത്തിക്കുന്ന ഒരു RSSനെ സംബന്ധിച്ച് VD സതീശൻ ഇത്തരത്തിലൊരു അഭിപ്രായം പറയുമ്പോൾ അദ്ദേഹം ഒരു സ്വയം വിമർശനം നടത്തേണ്ടതുണ്ട്. കാരണം അടിസ്ഥാനപരമായിട്ട് ഇസ്ലാമിക മതരാഷ്ട്രം സ്ഥാപിക്കണം എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച് പ്രവർത്തിക്കുന്ന മതരാഷ്ട്രവാദികളായ ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള സംഘടനകളുടെ യോഗത്തിൽ പങ്കെടുക്കുവാനും അവർക്ക് ഇടയ്ക്കിടെ ക്ലീൻ സർട്ടിഫിക്കറ്റ് നൽകുവാനും അവരിപ്പോൾ മൊത്തത്തിൽ മതേതരവാദികളാണ്, അല്ലെങ്കിൽ അവർ മതവർഗീയവാദമെല്ലാം ഉപേക്ഷിച്ചു എന്നുള്ള സർട്ടിഫിക്കറ്റ് നൽകുവാനും അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഏതെങ്കിലും അമീറോ കുമീറോ ആരെങ്കിലും ഞങ്ങൾ മതരാഷ്ട്രവാദമൊന്നും ഉപേക്ഷിച്ചിട്ടില്ല എന്ന് പരസ്യമായി പറയുന്നതിൻ്റെ അപമാനം ഏറ്റുവാങ്ങുവാനും ഒരുങ്ങുന്ന VD സതീശൻ RSSനെ കാണുമ്പോൾ മാത്രം ഇത്ര പുകച്ചിലുണ്ടാകുന്നത് അടിസ്ഥാനപരമായിട്ട് മറ്റൊന്നും കൊണ്ടല്ല. ഈ RSSൽ നിന്ന് ഒരു ഉയർകൊണ്ട രാഷ്ട്രീയ പാർട്ടിയായ BJP സതീശൻ്റെ മാതൃപാർട്ടിയായ കോൺഗ്രസിനെ ദേശീയ തലത്തിൽ തന്നെ തറ പറ്റിച്ചു എന്നുള്ളതാണ്. VD സതീശനെ ബഹുമാനപ്പെട്ട VD സതീശൻ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, BJP അല്ല കോൺഗ്രസിനെ തറ പറ്റിച്ചത്. കോൺഗ്രസിൻ്റെ വികലമായ നയങ്ങളിൽ മനം മടുത്ത ഭാരതീയരാണ്. BJP അവർക്കൊരു കോൺഗ്രസിന് പകരക്കാരായി വന്നു എന്നുള്ളത് മാത്രം. കൃത്യമായിട്ടുള്ള ദേശീയത മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുകയും അവർ അധികാരത്തിൽ വന്ന ഇടങ്ങളിലെല്ലാം അത്തരത്തിലുള്ള ദേശീയതയിൽ അടിയുറച്ച പ്രവർത്തനങ്ങൾ നടപ്പാക്കുകയും കൃത്യമായി ആ വാഗ്ദാനങ്ങൾ പാലിക്കുകയും ചെയ്തതിലൂടെയാണ് ജനങ്ങളുടെ അംഗീകാരം BJPക്ക് കിട്ടിയത്. അല്ലാതെ കോൺഗ്രസിനെ നശിപ്പിക്കുവാൻ വേണ്ടി ഉയർകൊണ്ടൊരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല BJP. ശരിയാണ്, ജനസംഘം പോലുള്ള പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന BJPയുടെ ഒരു ലക്ഷ്യം അടിയന്തരാവസ്ഥ എന്നുള്ള കരിദിനങ്ങളെ എതിർക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. ഇന്ദിരയുടെ അപ്രമാദിത്വത്തെ എതിർക്കുക എന്നുള്ള ലക്ഷ്യമുണ്ടായിരുന്നു. അപ്പോൾ പോലും ഒരു ശത്രു എന്നുള്ള ഒരു മനോഭാവം ഒരിക്കലും കോൺഗ്രസിനോട് ഒരു കാലത്ത് BJP വെച്ച് പുലർത്തിയിരുന്നില്ല. കോൺഗ്രസിനോട് ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തുന്നത് ഭാരതീയരാണ്. RSSൽ ഈ കഴിഞ്ഞ ഉദയ പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ തന്നെ മോഹൻജി ഭാഗവത് പറയുകയുണ്ടായി, RSSന് ശത്രുക്കളില്ല, ആരെയും ശത്രുക്കളായി കാണേണ്ട കാര്യമില്ല. പക്ഷേ VD സതീശനെ പോലെയുള്ളവർ RSSനെ ശത്രുക്കളായിട്ട് മാത്രമല്ല ഒരു ഭയത്തോടു കൂടിയാണ്, ഒരു ഭയപ്പാടും അങ്കലാപ്പോടും കൂടിയാണ് കാണുന്നത്. തന്നെയുമല്ല, ഇത്തരത്തിലുള്ള RSSനെതിരെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയാൽ ഈ ജിഹാദികളുടെ ഇടയിലൊരു പ്രതിച്ഛായ കൂടുതൽ മിനുങ്ങുമെന്നുള്ളൊരു ധാരണയും VD സതീശനുണ്ട്. അടിസ്ഥാനപരമായിട്ട് VD സതീശനെ പോലുള്ളവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എത്രത്തോളം പുകഴ്ത്തിപ്പാടിയാലും
ജിഹാദികൾക്ക് വിടുപണി ചെയ്താലും ജിഹാദികൾക്ക് വേണ്ടി RSSനെ ഇകഴ്ത്തിയാലും അവർക്ക് അടിസ്ഥാനപരമായിട്ടൊരു കാലഘടനയുണ്ട്, അല്ലെങ്കിൽ ഒരു കാലപരിധിയുണ്ട്. ഏതെങ്കിലും ഒരു ഉപകരണത്തെ, പ്രയോജനമുള്ള വിഡ്ഢിയെ, പ്രയോജനപ്രദമായ വിഡ്ഢികളെ ഉപയോഗിക്കുന്നതിന് അവർക്ക് കൃത്യമായിട്ടൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അത് കഴിയുമ്പോൾ അവർ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ VD സതീശനെ എടുത്ത് ഒരു വശത്തേക്ക് കളയും. അതിന് ഏറ്റവും വലിയ ഉദാഹരണം അങ്ങയുടെ പാർട്ടിയിൽ തന്നെയുണ്ട് VT ബൽറാം. VT ബൽറാം തൃത്താലയിൽ തോൽക്കുമെന്ന് ഒരു കാലത്തും കോൺഗ്രസ് പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമല്ല. പക്ഷേ ജിഹാദികളുടെ ആവശ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് മാറിയപ്പോൾ, അല്ലെങ്കിൽ ജിഹാദികളുടെ പ്രീതി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് മാറിയപ്പോൾ VT ബൽറാം തോറ്റു. തിരികെ UDFിലേക്ക് ആ പ്രീതി തിരികെ വന്നപ്പോൾ VT ബൽറാം ജയിച്ചു. ഇപ്പോൾ ഇനി അടുത്ത തിരഞ്ഞെടുപ്പിൽ പ്രീതി മാറുകയാണെങ്കിൽ VT ബൽറാം വീണ്ടും തോൽക്കും. അവിടെ ജയിച്ചതിലും പരാജയപ്പെട്ടതിലും VT ബൽറാമിൻ്റെ കഴിവോ കഴിവുകേടോ വിഷയമേ അല്ല. അത്തരത്തിലാണ് ജിഹാദികളുടെ വോട്ട് ബാങ്ക് പ്രവർത്തിക്കുന്നത്. ഇത് സതീശൻ അറിയാത്ത കാര്യമൊന്നുമില്ല. കാരണം വളരെയധികം പ്രവർത്തന പരിചയമുള്ള തന്ത്രശാലിയായ ഒരു രാഷ്ട്രീയക്കാരനാണ് VD സതീശൻ. പക്ഷേ ഇപ്പോൾ വേറെ നിവർത്തിയില്ല എന്ന് കൂടി പറയേണ്ടി വരും. ഒരു നിവർത്തികേട് കൂടി കൊണ്ടാണ് ഈ ഉള്ള പുകച്ചിലിനേക്കാൾ ഒരല്പം കൂടി പുകച്ചിൽ എനിക്കുണ്ട്, കൂടിയ അളവിൽ പുകച്ചിൽ എനിക്കുണ്ട് എന്ന് സതീശൻ പ്രകടിപ്പിക്കുന്നത്, VC-മാർ മാപ്പ് പറയണമെന്നൊക്കെ പരസ്യമായി പ്രഖ്യാപിക്കുന്നത്. സതീശൻ്റെ സധൈര്യം ഒരു കാര്യം ചെയ്യാവുന്നതാണ്. മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഔദ്യോഗികമായിട്ടൊരു നിർദ്ദേശം വേണമെങ്കിൽ ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയും, പേപ്പറിൽ എഴുതി VC-മാർക്കൊന്ന് അയച്ചു നോക്കൂ. നിയമപരമായിട്ടുള്ള സാധുത എത്രത്തോളം ഉണ്ട്, അതിന് എത്രത്തോളം തിരിച്ചടികൾ ഉണ്ടാകുന്നു എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാമല്ലോ. ഇത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യം സത്യസന്ധമാണെങ്കിൽ, അദ്ദേഹം ആത്മാർത്ഥമായിട്ട് ആശയങ്ങളിൽ അടിയുറച്ചാണ് ഇത്തരത്തിലൊരു ആവശ്യം അദ്ദേഹം ഉന്നയിക്കുന്നതെങ്കിൽ, സതീശന് ചെയ്യാവുന്ന ഏറ്റവും എളുപ്പമുള്ള കാര്യം കൃത്യമായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഔദ്യോഗികമായി തന്നെ ഇത്തരത്തിലൊരു നിർദ്ദേശം VC-മാരുടെ മുൻപിലേക്ക് വയ്ക്കൂ. RSSൻ്റെ പരിപാടിയിൽ പങ്കെടുത്തതിന്, മോഹൻ ജി ഭാഗവത് സംസാരിച്ച ചടങ്ങിൽ പങ്കെടുത്തതിന്, ഉദയ പാലസ് ഓഡിറ്റോറിയത്തിൻ്റെ നിങ്ങളുടെ സാന്നിധ്യത്തിൻ്റെ പേരിൽ കേരള ജനതയോട് നിങ്ങൾ മാപ്പ് പറയണം എന്ന് കേരള മുഖ്യമന്ത്രി VD സതീശൻ ഒപ്പ്. കൃത്യമായിട്ടുള്ളൊരു നിർദ്ദേശമായി, മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ളൊരു നിർദ്ദേശമായി VC-മാർക്ക്, വൈസ് ചാൻസലർമാർക്ക് ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകുക. RSSൻ്റെ പരിപാടിയിൽ പങ്കെടുത്തതിന് കേരള ജനതയോട് VC-മാർ മാപ്പ് പറയണം എന്ന് കേരള മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക നിർദ്ദേശമായൊരു നിർദ്ദേശം നൽകി നോക്കൂ. എന്ത് സംഭവിക്കുമെന്ന് കാണാം. അല്ലാതെ വെറുതെ ഈ ഗ്രാമ്യമായ ഭാഷയിൽ പറഞ്ഞാൽ ഇത്തരത്തിലുള്ള വായ്ത്താളങ്ങൾ അടിച്ചു കഴിഞ്ഞാലൊന്നും RSSന് ഒന്നും സംഭവിക്കുവാൻ പോകുന്നില്ല. സ്വയം ഇത്തരം വായ്ത്താളം അടിക്കുന്നവർ പരിഹാസ്യരാകും എന്നുള്ളത് മാത്രമേ അതിൻ്റെ ഫലം ഉരുത്തിരിഞ്ഞു വരികയുള്ളൂ. അത്തരത്തിലൊരു ഫലം ഉരുത്തിരിഞ്ഞു വരുമ്പോൾ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യം, അത്തരത്തിൽ അപഹാസ്യനാവുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് എന്നുള്ളതാണ്. അത് കഷ്ടമാണ്. അത് കേരളത്തിലെ പ്രജ എന്നുള്ള നിലയിൽ ആ ഒരു സ്ഥാനത്തിനോടുള്ള ബഹുമാനം കൊണ്ട് അല്പം ദുഃഖകരമാണ്. VD സതീശൻ വ്യക്തിപരമായി അപഹാസ്യനാവുന്നതിൽ എനിക്ക് പ്രത്യേകിച്ച് വിഷമമൊന്നുമില്ല, രാഷ്ട്രീയപരമായി സന്തോഷമേ ഉള്ളൂ. പക്ഷേ മുഖ്യമന്ത്രി അപഹാസ്യനാവുക എന്ന് പറയുന്നത് അംഗീകരിക്കുവാൻ അല്പം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്, ദുഃഖമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് അത് മനസ്സിലാക്കി മുന്നോട്ട് പോകട്ടെ, അല്ലെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോകുവാൻ VD സതീശന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പ്രേക്ഷകരുടെ ഈ വിഷയത്തിലുള്ള അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.